പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നാം മലയാള സാഹിത്യത്തിന്റെ ഒരു മഹാനായ പ്രതിഭയെക്കുറിച്ച് സംസാരിക്കാനിരിക്കുകയാണ്. മാടത്ത് തേക്കപ്പാട്ട് വാസുദേവൻ നായർ, അല്ലെങ്കിൽ എം.ടി. എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാനായ എഴുത്തുകാരൻ 1933 ജൂലൈ 15 ജനിച്ചു. 2024 ഡിസംബർ 25 അദ്ദേഹം നമുക്ക് വിട പറഞ്ഞപ്പോൾ മലയാള സാഹിത്യത്തിൽ ഒരു വലിയ ശൂന്യമായിരുന്നു. എം.ടി. എഴുത്തിന്റെ ആദ്യം ഒരു രസതന്ത്ര വിദ്യാർത്ഥിയായി ആരംഭിച്ചു. 20 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ വളർത്തുമൃഗങ്ങൾ ലോകത്തെ പ്രശസ്തമായ ചെറുകഥാ മത്സരം വിജയിച്ചു. ഈ വിജയത്തിനുശേഷം അദ്ദേഹം 23 വയസ്സിൽ നാലുകെട്ടു എന്ന തന്റെ ആദ്യത്തെ വലിയ നോവൽ എഴുതിയപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഇത് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ തുടക്കമായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം എഴുതിയ മഞ്ഞു, കാലം, അസുരവിധു, രണ്ടാമൂഴം പോലെയുള്ള കൃതികൾ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കി. എം.ടി. നാടകീയമായ കഥകൾ മാത്രമല്ല, കുടുംബത്തിന്റെ അനുഭവങ്ങൾ, സംസ്കാരങ്ങൾ, തറവാട് ജീവിതം എന്നിവയെ ആസ്പദമാക്കി തന്റെ എഴുത്തിൽ ആഴത്തിൽ കടന്നുപോയി. രണ്ടാമൂഴം എന്ന നോവൽ മഹാഭാരതത്തിലെ ഭീമസേനയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള കഥയാണ്. ഇത് അദ്ദേഹത്തിന്റെ മഹാനായ കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം സിനിമയിലും തിളങ്ങി. 54 ചിത്രങ്ങൾക്ക് സ്ക്രീൻപ്ലേ എഴുതുകയും 7 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്ന സിനിമകൾക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. എം.ടിയുടെ സംഭാവനകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ അവാർഡ് ജ്ഞാനപിത 1995 ലഭിച്ചു. 2005 പദ്മഭൂഷൺ എന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന പൗര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം മലയാള സാഹിത്യത്തിന്റെ ഒരു പ്രതിഭാസമാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മലയാളത്തിന്റെ കുടുംബഘടന, സംസ്കാരം എന്നിവയെ ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടെ മലയാള സാഹിത്യത്തിന് ഒരു വലിയ നഷ്ടമുണ്ടായി. എം.ടി. വെറും എഴുത്തുകാരൻ മാത്രമല്ല, ഒരു സൃഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ കഥകൾ, നാടകം, സിനിമ എല്ലാം നമ്മെ ആഴത്തിൽ സ്പർശിക്കുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചാൽ നമ്മെ നമ്മുടേതായ ഒരു യാത്രയിൽ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം, ജീവിതത്തിന്റെ സത്യങ്ങൾ, കുടുംബത്തിന്റെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തിൽ പ്രതിഫലിക്കുന്നു. മലയാള സാഹിത്യത്തിന്റെ ഈ മഹാനായ പ്രതിഭയെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ കൃതികൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളുടെ ആഴത്തിൽ കടന്നുപോകാം. ഇത് എം.ടിയുടെ ഒരു യാത്രയാണ്, ഒരു എഴുത്തുകാരന്റെ, ഒരു സംവിധായകനിന്റെ, ഒരു സൃഷ്ടാവിന്റെ. അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് ഒരു പുത്തൻ ദർശനം നൽകുന്നു, ജീവിതത്തിന്റെ സത്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹം നമ്മെ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്മൃതിയായി ഉള്ളിൽ ജീവിക്കുകയാണ്.